കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ അല്പം പോലും സമയം കളയാതെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പല പ്രിയപ്പെട്ടവരും പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ പ്രത്യേക സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം അല്പം വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന കട്ടിയായ ആഹാരമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണെന്നുള്ളതിന് തർക്കമില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം നാം മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭാവിയെ സംബന്ധിച്ചും ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചന ഭാഗങ്ങളാണ്. ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയും ഉദ്ദേശവുമുണ്ട്. ദൈവം ഈ വസ്തുതകൾ വെളിപ്പെടുത്തിയത് തൻ്റെ ജനം അത് ഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. നാം ദൈവം എന്ത് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തിയത് നാം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ. ദൈവജനത്തിനല്ലാതെ മറ്റാർക്കും അത് ഗ്രഹിപ്പാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. നമ്മളും ഇത് പഠിക്കാതിരുന്നാൽ വാസ്തവത്തിൽ വളരെ ദുഃഖപൂർണമായ ഒരു സാഹചര്യമാണെന്നുള്ളത് ഓർക്കേണ്ടതുകൂടെ ആണ്. നമുക്ക് തുടർന്ന് അതിൻ്റെ 15 തൊട്ടുള്ള വാക്യം നോക്കാം. 15 തൊട്ടുള്ള വാക്യം ദാനിയേൽ പുസ്തകം 15 തൊട്ട് ശാന്തമായി നോക്കാം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ആയിരിക്കാം. വളരെ ലളിതമായി പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ആ ഭാഗങ്ങൾ ധ്യാനിച്ച് മുന്നോട്ട് പോകാം. 15-ാം വാക്യം: ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ വ്യസനിച്ചു, എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാം. ഐ ഡാനിയേൽ വാസ് ഗ്രീവ്ഡ് ഇൻ മൈ സ്പിരിറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ ബോഡി ആൻഡ് ദ വിഷൻ ഓഫ് മൈ ഹെഡ് ട്രബിൾ മീ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദേഹവും ദേഹിയും ആത്മാവോടെ കാണുന്നു. ഇംഗ്ലീഷ് അത് വളരെ വ്യക്തമാണ്. ഐ വാസ് ഗ്രീവ്ഡ് ഇൻ മൈ സ്പിരിറ്റ്, ദാനിയേലിന്റെ ആത്മാവിനെ കാണുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ ബോഡി, ദാനിയേലിന്റെ ശരീരത്തെ അവിടെ കാണുന്നു. ആൻഡ് ദ വിഷൻ ഓഫ് മൈ ഹെഡ്, ദാനിയേലിന്റെ പ്രാണനെ, സോളിനെ അവിടെ കാണുന്നു. ദാനിയേലിന്റെ ആത്മാവ്, ശരീരം, സോള്. ആ ഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സോളിനെയാണ്, തൻ്റെ ചിന്താശക്തി. നോക്കുക, ആ ചിന്തിക്കുവാൻ കഴിയുന്ന മനുഷ്യന്റെ ആ ഭാഗം, ദാറ്റ് ഈസ് ഹിസ് സോൾ. ഈ പ്രവചന വിഷയങ്ങളുള്ള ബന്ധത്തിൽ, ദർശനത്തോടുള്ള ബന്ധത്തിൽ, ദ ടോട്ടൽ മാൻ ഈസ് ദ ടോട്ടൽ മാൻ. ആ സമ്പൂർണമായ മനുഷ്യനെ, ദേഹം, ദേഹി, ആത്മാവിനെ ആത്മാവ് കടന്നു പിടിക്കുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോഴും പത്മോസിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ ദർശനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. I was in the spirit. He was possessed by the spirit. The total personality was possessed by the spirit. ഇവിടെ ദാനിയേലിനുള്ള ബന്ധത്തിലും നമ്മളത് തന്നെ വായിക്കുന്നു. അവനെ കുറിച്ച് വായിക്കുന്നു, അവൻ പരവശനായി. He was troubled. വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സ്വർഗീയ ദർശനം ഇന്നും ഈ മോർട്ടൽ ബോഡിയിൽ, ഈ താണ ശരീരത്തിൽ ഇന്ന് നമുക്ക് വഹിപ്പാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദൈവം നമ്മളെ താങ്ങുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് അത് കരസ്ഥമാക്കുവാൻ തക്കവണ്ണം നമ്മളെ താങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനും ആ ദർശനം കണ്ടിട്ട് മുന്നോട്ട് അതുപോലെ ജീവിക്കാൻ കഴിയില്ല. ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവൻ ഈ ദർശനങ്ങൾ കണ്ട് മരിച്ചവനെ പോലെ വീഴുന്നുണ്ട്. യോഹന്നാൻ ആ ദർശനം കണ്ട് മരിച്ചവനെ പോലെ വീഴുന്നുണ്ട്. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പ്രിയന്റെ ദർശനം അവൾ ദർശിച്ചിട്ട് അവൾ തന്നെ പറയുന്നുണ്ട്, ഇടം കൈ തലക്കീഴ് വെച്ചു, വലം കൈ കൊണ്ട് എന്നെ ആശ്ലേഷിക്കുക. അവൾ പരവശയായി മാറി. നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിലും സ്വർഗീയ ദർശനങ്ങൾ നമുക്ക് ആസ്വദിപ്പാൻ വാസ്തവത്തിൽ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇവിടെ അതിൻ്റെ ഒരു ചിത്രം കൂടെ നമുക്ക് കാണുകയാണ്. എന്നാൽ ഇവിടെ ദാനിയേൽ അടുത്തായിട്ട് പറയുന്നത് നോക്കുക, ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ അടുക്കൽ ചെന്നു, അവനോട് എല്ലാറ്റിൻ്റെയും സാരം ചോദിച്ചു, അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ഇവിടെ ഇങ്ങനെ എഴുതുന്നുള്ളൂ, എൻ്റെ അരികിൽ നിന്ന ഒരുത്തനോട്. നമ്മളത് വായിക്കുമ്പോൾ ഓർക്കും അവൻ്റെ കൂടെ നിന്ന് ആരോ ഒരു മനുഷ്യനോട് ചോദിച്ചതായിട്ടാണ്. അങ്ങനെയല്ല. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുമ്പോഴും ഈ ദർശനം ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ ദാനിയേലിന്റെ പുസ്തകം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ 9:21, ദാനിയേൽ 9:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ. ആ പദം ശ്രദ്ധിച്ചേ, ഗബ്രിയേൽ എന്ന പുരുഷൻ, മാൻ ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന പുരുഷൻ 9:21 വായിക്കുന്നു. ആ ഗബ്രിയേലിനെ ഒരു പുരുഷനായിട്ട് അവിടെ പറയുകയാണ്. ആ 70-ാം ആഴ്ചവട്ടത്തെ ദർശനമൊക്കെ കൊടുക്കുന്നത്, ഈ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഗബ്രിയേലാണ്. പക്ഷെ അവനെക്കുറിച്ച് ഒരു പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെയും എൻ്റെ അരികിൽ നിന്ന് ഒരുത്തൻ, നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദാനിയേലിന് വെളിപ്പാടുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ദൂതനാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ചൊക്കെ
ആ ദർശനം നമ്മൾ കണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ് പലതും. അതുകൊണ്ട് വിശദമായിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. 17-ാം വാക്യത്തിൽ ആ 4 മഹാമൃഗങ്ങൾ ദാനിയേൽ കണ്ടു. സമുദ്രത്തിന് നേരെ കാറ്റടിച്ചപ്പോൾ 4 മൃഗങ്ങൾ കയറി വരുന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ രാജ്യങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്. എന്നാൽ 18-ാം വാക്യം നോക്കിയാട്ടെ, ഗബ്രിയേല് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അത്യുന്നതന്റെ വിശുദ്ധന്മാർ ആരാണ് ഈ വിശുദ്ധന്മാർ? അവർ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അവർ മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞു. ഉൽപ്രാവണം സംഭവിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുദ്ധാനം പ്രാപിച്ച് ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഇതാണ് അത്യുന്നതന്റെ വിശുദ്ധന്മാർ. അവർ രാജ്യത്വം പ്രാപിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ രാജ്യത്വം അനുഭവിക്കും, സദാകാലത്തേക്കും അനുഭവിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിസ് ഇസ് നോട്ട് ദ കിങ്ഡം ഓഫ് ഡേവിഡ്. ദാവീദിന്റെ സാമ്രാജ്യമല്ലേ. ദാവീദിന്റെ സാമ്രാജ്യം നോക്കുക, അതിനെക്കുറിച്ചല്ല. ദാവീദിന്റെ സാമ്രാജ്യവും ദൈവത്തിനുള്ള എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമ്മൾ കരസ്ഥമാക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ ബഹുത്വം നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതായാലും 1-2 ഭാഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. വെളിപാട് പുസ്തകം 2-ന്റെ 28-ാം വാക്യം, റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 28. അവിടെ ജയിക്കുന്നതിന് എന്തെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. 26 തൊട്ട് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 26 ഓൺവേർഡ്സ്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവൻ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുകിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആ വാക്യം ശ്രദ്ധിച്ചേ, 2 അധികാരങ്ങൾ കൊടുക്കും. ഒന്ന്, അവിടെ നമ്മൾ വായിക്കുന്നു 26-ാം വാക്യം, ജയിക്കുകയും എൻ്റെ പിതാവ് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അനുഷ്ഠിച്ച പോലെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവർ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുകിപ്പോകും. വളരെ വ്യക്തമാണ്, അത് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തിൽ രാജ്യങ്ങളുണ്ട്. വെളിപാട് ദിവസം 21-ന്റെ 24 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ രാജാക്കന്മാർ കാഴ്ചകളുമായിട്ട് പുതിയ യെരുശലേമിലേക്ക് വരുന്നുണ്ട്. രാജ്യങ്ങളുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലാണ് ഇരുമ്പുകോൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശക്തി ഉപയോഗിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇരുമ്പുകോൽ കൊണ്ട് ഭരണം നടത്തുന്നത് 1000 ആണ്ട് വാഴ്ച സമയത്താണ്. അത് കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കും. പുതിയ ഭൂമിയിൽ ഇരുമ്പുകോലിന്റെ ആവശ്യമില്ല. കാരണം സകല ദുഷ്ടന്മാരും വാസ്തവത്തിൽ നീക്കപ്പെടുന്നത് 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴാണ്. 1000 ആണ്ട് വാഴ്ച സമയത്തും ദുഷ്ടന്മാർ ഈ ഭൂമിയിലുണ്ട്. മരണം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിലും ദുഷ്ടന്മാർ 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഷ്ടന്മാർ ഇല്ലാത്തത് കൊണ്ട് മരണമില്ല. അപ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, മരണത്തെ സദാകാലത്തേക്കും അവൻ നീക്കിക്കളയും. ഹോശേയ 13-ന്റെ 14, 1 കൊരിന്ത്യർ 15-ന്റെ 53 തൊട്ടുള്ള വാക്യം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് വായിക്കുന്നു 28, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. വിശുദ്ധാത്മാവ് പറഞ്ഞ പദം നോക്കി, ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, ഇരുമ്പുകൾ കൊണ്ട് ഭരണം നടത്തും. അത് 1000 ആണ്ട് വാഴ്ചയാണ്. അത് മാത്രമല്ല, ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ വാസ്തവത്തിൽ ഗോളങ്ങളാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു ഭാഗം ഞാനൊന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം ഒന്ന് എടുക്കാം. യോബ് 38-ന്റെ 4, 5, 6 വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന് അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കലിട്ടവനാർ? ഇവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, 6-ാം വാക്യത്തിൽ, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിച്ചു. മോർണിംഗ് സ്റ്റാർസ്. 2, ദൈവപുത്രന്മാരെല്ലാം കൂടെ സന്തോഷിച്ചു. ദൈവപുത്രന്മാരെന്ന് അവിടെ പറയുന്നത് ദൂതന്മാരാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ വാക്യം തെളിയിക്കുന്നു, പ്രഭാത നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ദൂതന്മാരല്ല. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചു, ദൈവദൂതന്മാരും സന്തോഷിച്ചു. എപ്പോഴാണ്? ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ. ഭൂമിയെ ദൈവം സ്ഥാപിച്ച് ഭൂമിയിൽ മനുഷ്യന് വാസയോഗ്യമാക്കി തീർക്കുമ്പോൾ, ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ മോർണിംഗ് സ്റ്റാർ, ആ ഗോളങ്ങളെല്ലാം കൂടെ സന്തോഷിക്കുന്നു, ദൈവദൂതന്മാരും സന്തോഷിക്കുന്നു. അതിനെ അപഗ്രഥിച്ചിട്ട് ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നു,
1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാലും പുതിയ ഭൂമിയിൽ പ്രവേശിച്ചാലും അവൻ്റെ രാജ്യത്തിൻ്റെ വർധനവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ആദ്യം കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. എന്നാൽ യെശയ്യാ 9:7 വാക്യം, ഐസയ ചാപ്റ്റർ 9 വേഴ്സ് 7, അവിടെ വായിക്കുന്നു, അവൻ്റെ രാജ്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് പീസ് there shall be no end. എന്നറിഞ്ഞ എൻ്റെ അർത്ഥം എന്നാ? അവൻ്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലും അവസാനിക്കാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യം. ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് പീസ് there shall be no end. 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം നടത്തി അന്ന് ദൈവത്തിൻ്റെ ജനം നമുക്ക് ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള അധികാരം നൽകി പുതിയ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അന്നും എന്നേക്കും നമ്മൾ സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുതിയ ഭൂമിയെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ വചനത്തിൽ വ്യക്തമായി വായിക്കുന്നു, യെശയ്യാവ് 25:8, 1 കൊരിന്ത്യർ 15:26, മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. അതേസമയം യെശയ്യാവ് 65:23 തൊട്ട് 25 വരെയുള്ള വാക്യം വായിച്ചാൽ, യെശയ്യാവ് 60:22 വായിച്ചാലും ആപത്തിനായി അവർ പ്രസവിക്കില്ലേ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ പ്രസവിക്കുന്നു, പുതിയ ഭൂമിയിലും പ്രസവിക്കുന്നു. നമ്മളല്ലേ, നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരമുള്ളവരാ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജാതികൾ അവർ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അവൻ്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. സദാകാലത്തേക്ക് മരണത്തെ നീക്കിക്കളയും. മരണമില്ലാത്തൊരു ലോകം, ജനനം നടന്നുകൊണ്ടിരിക്കുന്ന ലോകം. എന്ത് സംഭവിക്കും? ഒരിക്കലും ഈ ഭൂമി മനുഷ്യനെ കൊണ്ട് നിറയും. ഈ ഭൂമി മനുഷ്യനെ കൊണ്ട് നിറയുമ്പോൾ ദൈവം പിന്നെന്ത് ചെയ്യും? വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു കാര്യം തിരുവചനത്തിൽ പറയുന്നു, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. I will give him morning star too. അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ലേ? എന്തൊരു പദവിയാണ്! നമ്മൾ ദാനിയേലിൽ വായിച്ചു ഓർക്കുക, 18 വാക്യത്തിൽ, അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. വെളിപ്പാട് 22:5, റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 5, 22:5 വാക്യം. വെളിപ്പാട് പുസ്തകം 22:5. ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. They shall reign for ever and ever. നമ്മുടെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. സഭയ്ക്കാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി ലഭിച്ചിരിക്കുന്നത്. ഡെസ്റ്റൈൻ ഫോർ ത്രോൺ എന്ന് പറഞ്ഞൊരു ബുക്ക് പോൾ ബിൽഹാമർ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ അതിന് സിംഹാസന നിയുക്തർ എന്ന് പറഞ്ഞ് ആ പേരിൽ അത് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് they are destined for throne. അവർ സിംഹാസന നിയുക്തരാണ്. ഈ ലോകത്തിലെ ചെറിയൊരു ആയുസ്സിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. We are being trained. സാത്താനെ ബന്ധിച്ചിരിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? We are destined for throne. സിംഹാസന നിയുക്തരാണ്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊത്ത് ഭരിക്കുന്നു. പുതിയ ഭൂമിയിൽ കർത്താവിനോടൊത്ത് ഭരിക്കുന്നു. പുതിയ ഭൂമി കഴിഞ്ഞിട്ട് ഗോളങ്ങളിലേക്ക് മനുഷ്യൻ മാറ്റി പാർപ്പിക്കപ്പെടുമ്പോൾ അവന്റെ രാജ്യത്തിന് അവസാനമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സകലത്തെയും ഭരിക്കുന്നവരായി നമ്മൾ എന്നും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഇവിടെ ഈ വാക്യവും വെളിപ്പാട് 22:5 അത് നമുക്ക് ഉറപ്പിച്ച് തരുന്നു. ഈ സന്ധ്യയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവജനത്തിൻ്റെ ഭാഗ്യം അവർണ്ണനീയമാണ്. അല്പകാലത്തെ ബുദ്ധിമുട്ടുകളും അല്പകാലം നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ജീവിക്കുന്നതും ഒക്കെ അത് നിത്യ തേജസ്സിനും വലിയ അനുഗ്രഹങ്ങൾക്കും പിന്നീട് കാരണമായി തീരുകയാണ്. ഇത് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമുക്ക് ഇനിയുള്ള സമയം ആ അധ്യായമെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ 19 തൊട്ട് 20 വാക്യം വായിച്ചാൽ ദാനിയേല് ചോദിക്കുന്ന ചോദ്യം, എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്രനഖവുമായി ഉള്ളതായ അതിഭയങ്കരമായി തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയും ചെയ്തതുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണ് വമ്പ് പറഞ്ഞതും വായുള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്ന്
അത്യുന്നത വിശുദ്ധന്മാർ ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുകയും കാലം വരികയും ചെയ്യുവോളും ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. നോക്കാം, വീണ്ടും ഇവിടെ ആ കൊമ്പിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് കിട്ടുന്നത്. ദാനിയേൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഏകദേശം പഠിച്ചതുകൊണ്ട് അതൊരു ആവർത്തനത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. നോക്കുക, ആ 10 കൊമ്പുകളെ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാണ്. 3 പേരെ വീഴ്ച കളയുന്നു. അന്തിക്രിസ്തു ഭരണത്തിൽ ഏൽക്കുമ്പോൾ 3 രാജ്യങ്ങളെ അവൻ തകർത്തുകൊണ്ടാണ് അധികാരത്തിലേക്ക് ഏൽക്കുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, ആ 20-ാം വാക്യത്തിന്റെ അവസാനം ആ കൊമ്പിനെ കുറിച്ച്, മറ്റേ ചെറിയ കൊമ്പെന്നാണ് വായിച്ച്, ഇപ്പോൾ വായിക്കുന്നു കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയ മറ്റേ കൊമ്പ്. കൂട്ടുകൊമ്പുകളെക്കാൾ ഇംഗ്ലീഷിൽ വായിച്ച the little horn whose look was more stout than his fellows. His look was more stout. വണ്ണമേറിയ മറ്റേ കൊമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൊച്ചു കൊമ്പായിട്ട് അത് മുളച്ചു വന്ന്. അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു, ഒരു പക്ഷെങ്കിൽ അവൻ എഴുന്നേറ്റ് വരുന്നത് ഒരു ചെറിയ രാജ്യത്തിൽ നിന്നാണ്. നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കാണാൻ സാധിക്കും, മോസ്റ്റ് പ്രോബബ്ലി ഹീസ് ഗോയിങ് ടു കം ഫ്രം സംവെയർ സിറിയ. സിറിയയുടെ ആ പ്രദേശങ്ങളിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരും. നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ അത് കൊണ്ടുവന്ന് 4 സാമ്രാജ്യങ്ങളെ മാറ്റിക്കളഞ്ഞത് 2 ഗ്രീക്കും സിറിയയും. അതിൽ നിന്ന് ഇവിടെ നടത്തുന്ന ഒരു 8-ാം അധ്യായത്തിന്റെ പഠനത്തിൽ നിന്ന് അവന്റെ വരവ് മിക്കവാറും സിറിയയിൽ നിന്നാണെന്നുള്ളത്, ഒരു സിറിയനായിരിക്കും അവനെന്നുള്ളതിന്റെ സാധ്യത, ഒരു അപ്പോസ്റ്റേറ്റ് ജൂ സിറിയയിൽ നിന്നൊരു മനുഷ്യനായിരിക്കുമെന്ന് കരുതപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കത് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വിശദമായിട്ട് ചിന്തിക്കാം. എന്നാൽ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അന്തിക്രിസ്തു സിറിയയിൽ നിന്ന് വരും. ഈ അടുത്ത സമയത്ത് എന്നോട് ആരോ ചോദിച്ചു, ഇപ്പോൾ ജോർദാനിൽ എഴുന്നേറ്റിരിക്കുന്ന രാജാവ്, അയാളുടെ പേരൊക്കെ നോക്കിയാൽ 666 എന്നൊക്കെയാണെന്ന് എന്നോട് പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് വെളിപ്പെട്ട് കിട്ടത്തുമില്ല. എന്നാൽ അവൻ എഴുന്നേറ്റ് വരുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന നമുക്ക് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വെളിച്ചം, അവൻ ചെറിയ കൊമ്പായിട്ട് മുളച്ചു വന്നവനാണ്. ഒരു ചെറിയ രാജ്യത്തിൽ നിന്നാണ് അവൻ വന്നത്. പക്ഷെ ഇവിടെ വായിക്കുന്നു കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറി എന്ന് വായിക്കുന്നു. സ്റ്റൗട്ടായി മാറി, അവൻ വലിയവനായി മാറുകയാണ്, പവർഫുള്ളായി തീരുകയാണ്. ഇവന്റെ തന്ത്രങ്ങളും ഈ തന്ത്രങ്ങൾ കൊണ്ട് അവൻ ശക്തനായി മാറുകയാണ്. 21-ാം വാക്യത്തിൽ വരുമ്പോൾ ദാനിയേൽ വീണ്ടും എടുത്തു പറയുന്നു, ആ കൊമ്പ്, ദ സെയിം ഹോൺ. ഇവിടെ ഇത് എടുത്തെഴുതിയത് നന്നായി, കാരണം ചില പ്രവചന പണ്ഡിതന്മാർ പറയുമ്പോൾ ഇതൊക്കെ 1, 2 പറയാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഇവിടെ 2 കൊമ്പുണ്ട്, ഒരു കൊമ്പ് അന്തിക്രിസ്തു ആണെങ്കിൽ മറ്റേ കൊമ്പ് വേറെ ഒരാൾ സിറിയയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് പ്രവചനങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ സംശയ അതീതമായി ദാനിയേൽ എടുത്തു പറയുന്നു, ആ കൊമ്പെന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ 21-ാം വാക്യത്തിൽ സെയിം ഹോൺ എന്ന, ആ ചെറിയ കൊമ്പാണ് സ്റ്റൗട്ട് കൊമ്പായത്, മോർ സ്റ്റൗട്ട്, അവനാണ് വണ്ണമേറിയ കൊമ്പായത്. വീണ്ടും നമുക്ക് 21-ൽ കിട്ടിയ ആ സെയിം ഹോൺ, അതേ കൊമ്പ്. ആ കൊമ്പ് എന്താ ചെയ്യുന്നത്? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. വലിയൊരു വെളിപ്പാടാണ്. ദ സെയിം ഹോൺ. നോക്കുക, ദൈവസഭ മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ വീണ്ടും വിശുദ്ധന്മാരോടൊരു ഗണത്തെ ദൈവം വേർതിരിക്കുന്നുണ്ട്. അവർ സഭയുടെ അംഗങ്ങളല്ല എന്നുള്ളത് സത്യമാണ്. അവർ വലിയ പീഡയിൽ കൂടെ കടന്നു പോകും. റെവലേഷൻ ചാപ്റ്റർ 13 13-ന്റെ 7-ാം വാക്യം നോക്കി. അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? വെളിപ്പാട് 13-ന്റെ 7, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു, സ്വർഗം അനുവദിച്ചു കൊടുത്തു. ഈ അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയുടെ അംഗങ്ങളല്ല, സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു. അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. സഭ മാറ്റപ്പെട്ട ശേഷം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ട 1,44,000 പേര് ഭൂമിയിൽ ആഗോളം കടന്നു എന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. രാജ്യത്തിന്റെ സുവിശേഷം, അതിന് വ്യത്യാസവും നമ്മൾ കണ്ടു. രാജ്യത്തിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് അതിന്റെ വ്യത്യാസം? വെളിപ്പാട് പുസ്തകത്തിലും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കൃപയുടെ സുവിശേഷം, കൃപയാൽ സഹിച്ചു നിൽക്കാതെ വിശ്വസിക്കുന്ന മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അവർ വിശ്വസിക്കുക മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. നമ്മൾ ഇന്ന് സഹിച്ചു നിന്ന് രക്ഷിക്കപ്പെടുന്നവരല്ല, നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന നിമിഷത്തിൽ രക്ഷിക്കപ്പെടുന്നു. എന്നാൽ അന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അന്ന് രക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാരോട് അന്തിക്രിസ്തു വലിയ യുദ്ധം ചെയ്യുകയാണ്. അവരനേകരെ അവൻ കൊന്നുകളയും. ദാനിയേലും വെളിപ്പാട് പുസ്തകത്തിലും വളരെ വ്യക്തമായി നമുക്ക് വെളിച്ചം തന്നിട്ടുണ്ട്.
എന്നാൽ നമുക്ക് നോക്കാം എത്ര കാലമാണ് ഇവന് അങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. അതിൻ്റെ 25-ാം വാക്യം, അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. നോക്കാം, ഇവിടെ അവന്റെ പീരീഡ് ഓഫ് ടൈം, അതായത് അവൻ ഈ വിധത്തിൽ വിശുദ്ധന്മാരോട് അവരെ ഒടുക്കുകയും അത്യുന്നതനോട് വമ്പ് പറയുകയും ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിക്റ്റേറ്ററായി, വലിയ ഒരു എതിർക്കുന്നവനായി, തകർക്കുന്നവനായി, മൃഗമായി അവൻ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം എടുത്തു പറഞ്ഞു. കാലവും കാലങ്ങളും കാലാംശവും. എത്ര കാലമായി? കാലം, കാലങ്ങൾ, കാലാംശം. 3.5 കാലം. എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കിട്ടിയിരിക്കുന്നത്. 3.5 വർഷത്തിന്റെ കണക്ക് കിട്ടുന്നു. എന്നിട്ട് വാക്യങ്ങൾ വേണേൽ നോക്കാം. റെവലേഷൻ ചാപ്റ്റർ 11. നമ്മൾ ആ കണക്കുകളെ കുറിച്ച് ഇന്ന് പഠിക്കുന്നില്ല. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ കണക്കുകൾ നമ്മൾ പഠിക്കും. കാരണം ആഴ്ചവട്ടത്തിന്റെ കണക്ക് പഠിക്കും. അത് പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. എന്നാൽ ഇവിടെ നോക്കാം 11-ാം അധ്യായത്തിന് വെളിപ്പാട് പുസ്തകം 11-ന്റെ 2-ാം വാക്യം. ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്, അത് ജാതികൾ കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? 3.5 വർഷം. 3.5 വർഷം. വീണ്ടും 3-ാം വാക്യം, അന്ന് ഞാൻ 2 സാക്ഷികൾക്ക് വരം നൽകും, അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 1260. പ്രവചനത്തിൽ ഒരു വർഷം 360 ദിവസമാണ്. പഴയ നിയമത്തിലൊക്കെ അത് തെളിയിച്ചു തരാനായിട്ട് സാധിക്കും. 365 ദിവസമല്ല, 360 ദിവസം. പ്രൊഫറ്റിക്കൽ ഇയർ ഈസ് 360 days. അങ്ങനെ 360 ദിവസമാണെങ്കിൽ 1260 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു 3.5 years. 3.5 വർഷമാണ്. വീണ്ടും 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കി. 12-ന്റെ 6-ാം വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം. വീണ്ടും 1260 ദിവസം. 3.5 വർഷം. 14-ന്റെ അവസാനം വായിക്കാം. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിക്കും. 1 കാലം 2 കാലം 1/2 കാലം. 3.5 വർഷം. അതായത് വളരെ വ്യക്തമായിട്ട് ദാനിയേലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദാനിയേൽ 9 നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ്. എന്നാൽ ഞാനത് മുമ്പായിട്ടങ്ങ് പറയട്ടെ. 70 ആഴ്ചവട്ടം യഹൂദന് നിശ്ചയിച്ചു ദൈവം, യെരുശലേമിനും യഹൂദ ജനത്തിനും. അതിൽ 69 ആഴ്ചവട്ടം അത് കഴിഞ്ഞുപോയി. 69 ആഴ്ചവട്ടം കഴിഞ്ഞെങ്കിൽ 70-ാം ആഴ്ചവട്ടമാണ് നിവർത്തിക്കപ്പെടേണ്ടത്. എന്നാൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ സംഗതിക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ചർച്ച ചെയ്ത് തുടങ്ങി. എന്നാൽ ദൈവം നിശ്ചയിച്ചത് 70 ആഴ്ചവട്ടമാണ്. ഇനി ശേഷിക്കുന്ന ഒരാഴ്ചവട്ടമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിച്ചാൽ ഒരാഴ്ചവട്ടം എത്രയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. 7 വർഷം. യാക്കോബിനോടൊക്കെ പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. അവളുടെ ആഴ്ചവട്ടം തികയ്ക്കുക എന്ന് പറഞ്ഞാൽ റാഹേലിന് വേണ്ടി യാക്കോബ് 7 വർഷം കൂടെ സേവ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ ഒരാഴ്ചവട്ടം കൂടെ ശേഷിക്കുന്നു. 7 വർഷം. ഈ 7 വർഷത്തിൽ ആദ്യത്തെ 3.5 വർഷം അന്തിക്രിസ്തു ലോകത്തിൽ നല്ല ഭരണം കൊണ്ടുവരും. അന്നേരമാണ് നമ്മൾ പഠിച്ചത് അവൻ പറഞ്ഞ വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം. നമ്മൾ നേരത്തെ പഠിച്ചു. ആദ്യത്തെ 3.5 വർഷം അതിൻ്റെ 7-ന്റെ 8-ാം വാക്യം 11-ാം വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ, ഗ്രേറ്റ് വേർഡ്സ്, ലോകത്തെ മുഴുവൻ കബളിപ്പിച്ച വലിയ വാക്കുകൾ, ഒറേറ്റർ, അവന്റെ പ്രസംഗ വൈഭവം, മയക്കുന്ന വാഗ്ധോരണി, ലോകം ആഗ്രഹിക്കുന്ന പീസും പ്രോസ്പെറിറ്റിയും അവൻ ഒരുപോലെ ഉയർത്തിക്കൊടുക്കും. മനുഷ്യത് അംഗീകരിക്കും. അത് ആദ്യത്തെ 3.5 വർഷമാണ്. അങ്ങനെ ലോകം അവനെ അംഗീകരിച്ച് കഴിയുമ്പോൾ 2-ാമത്തെ 3.5 വർഷം അവൻ വിശുദ്ധന്മാരെ പെർസിക്യൂട്ട് ചെയ്യുന്നു. കാരണം അവൻ ദൈവമാണെന്ന് അവകാശപ്പെടും. ദേവാലയത്തെ മലിനീകരിക്കും. അവസാനത്തെ 3.5 വർഷം ദാനിയേലും വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് ആ കാലഘട്ടം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്ത ഒരു പ്രത്യേക പദം. 25-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നു, അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയും. ഇംഗ്ലീഷിൽ വായിച്ചാൽ എഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ഹോളി. മലയാളത്തിൽ വന്നപ്പോൾ അത്യുന്നതന് വിരോധമായി വമ്പ് പറയും. ഇംഗ്ലീഷിൽ എഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ഹോളി. ഇവിടെയാണ് നമ്മൾ അന്തിക്രിസ്തു എന്നുള്ള ഒരു പദത്തിന്റെ സൂചന കിട്ടുന്നത്. എഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ഹോളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ പ്രിഫിക്സ് ആണ് ആന്റി. ആന്റി ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്റെ പ്രിഫിക്സ് ആണ് ആന്റി എന്നുള്ളത്. അപ്പോൾ ആന്റി എന്നുള്ള വാക്കിന് പണ്ഡിതന്മാർ പറയുന്നത് 2 ആശയമുണ്ടെന്നാണ്. ലൈക്ക് എന്നും എഗെയിൻസ്റ്റ് എന്നും ഉണ്ടെന്നാണ്. ലൈക്ക് ഓർ എഗെയിൻസ്റ്റ് എന്ന് എടുക്കാമെന്ന് അവർ പറയുന്നത്. എന്നാൽ അത് സാഹിത്യത്തുള്ള ബന്ധത്തിലാണ് അത് എടുക്കേണ്ടത്.
നമ്മൾ ഈ പ്രവചനത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ, അവൻ എപ്പോഴും ദൈവത്തിന് വിരോധമാണ്. ദൈവത്തിന് വിരോധമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ അത്യുന്നതന് വിരോധമാണ്, ക്രിസ്തുവിന് വിരോധമാണ്, ദൈവജനത്തിന് വിരോധമാണ്. ഹി ഈസ് ആന്റി ഗാഡ്, ആന്റി ക്രൈസ്റ്റ്, ഹി ഈസ് എഗെയിൻസ്റ്റ് സെയിൻറ്റ്സ് ഓൾസോ. അവൻ വിശുദ്ധന്മാർക്കെതിരാണ്, ക്രിസ്തുവിനെതിരാണ്, ദൈവത്തിനെതിരാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു 25-ാം വാക്യത്തിൽ, അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറഞ്ഞു. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് വേറെ ഒരു പഠനം കിട്ടുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സേറ്റനിക് ട്രിനിറ്റിയെ കാണാൻ സാധിക്കുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ദൈവത്തിന്റെ തത്വത്തെക്കുറിച്ച്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. എന്നാൽ ഈ സേറ്റനിക് ട്രിനിറ്റിയെ കുറിച്ച് ദാനിയേലിലും വെളിപാട് പുസ്തകത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്കൊന്ന് ചെറുകെ ശ്രദ്ധിച്ചു നോക്കാം. ഡ്രാഗൺ അല്ലെങ്കിൽ മഹാസർപ്പം, സാത്താൻ പറഞ്ഞിരിക്കുന്ന പദമാണ്. മഹാസർപ്പം പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു, ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഹി ഈസ് ആന്റി ഗോഡ്. ഇപ്പൊ നമ്മളിവിടെ വായിച്ചു, അത്യുന്നതന് വിരോധമായി സംസാരിച്ചു. അപ്പം ദൈവത്തിന്റെ സ്ഥാനത്ത് സാത്താൻ നിൽക്കുന്നു. അവൻ ആദ്യം ചെയ്ത പാപം എന്തായിരുന്നു? എനിക്ക് അത്യുന്നതനോട് സമനാകണം, എന്റെ സിംഹാസനം അവന്റെ മേൽ വെക്കണം. അവന്റെ ശ്രമം മുഴുവൻ അതാണ്, ദൈവമായി തീരുക, ദൈവത്തിന് മുകളിൽ അവന്റെ സിംഹാസനം വെക്കുക. ഈസ് ആന്റി ഗോഡ്. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിന് പകരമായി, അല്ലെങ്കിൽ ആന്റിയായി, പകരമെന്നല്ല ആന്റിയായി, എതിരായിട്ട് നിൽക്കുന്നു സാത്താൻ, ഡ്രാഗൺ. രണ്ടാമത് മൃഗം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൃഗം, അതായത് അന്തിക്രിസ്തു ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുന്നു. ജഡമെടുത്ത ക്രിസ്തുവിനെ പോലെ വാസ്തവത്തിൽ നമ്മൾ വെളിപാട് ദിവസം പഠിക്കുമ്പോൾ അവൻ മരിച്ചുപോയി എന്ന് ആളുകൾ കരുതിയിരിക്കുന്നു. മരണകരമായ മുറിവേറ്റിട്ട് പുറത്തുപോയ മൃഗത്തെ വണങ്ങുവാൻ കള്ളപ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ചു. എന്നാൽ വെളിപാട് ദിവസം 13:14 നോക്കിക്കട്ടെ, അന്തിക്രിസ്തു മുറിവേൽക്കും, ലിറ്ററലി മുറിവേൽക്കും. അവൻ മരിച്ചു എന്ന് ലോകം കാണും. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ചു. അതുപോലെ വെളിപാട് 13:14, വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും, മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും. അടുത്ത വാക്യം, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്തു. വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം, ആ മൃഗത്തെ നമസ്കരിപ്പാൻ, പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുന്നു. ആര് പറയുന്നു? കള്ളപ്രവാചകൻ. ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, ഇന്നും വത്തിക്കനിൽ നിന്ന് ഒരുവനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ അവന്റെ പ്രതിമയുണ്ടാക്കുകയും നമസ്കരിക്കുകയും ചെയ്യും. ലോകം മുഴുവൻ അങ്ങനെ സംഭവിക്കുന്നു. അതേ കാര്യം ഒരു മതത്തിന്റെ നേതാവായി നിൽക്കുന്ന കള്ളപ്രവാചകൻ, അതായത് സർവ്വമതത്തിൻ്റെയും തലവനായി ഒരുവൻ എഴുന്നേറ്റ് വരും. ആ എഴുന്നേറ്റ് വരുന്ന വ്യക്തി പരിശുദ്ധാത്മാവിന് പകരമായി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. അതുപോലെ കള്ളപ്രവാചകൻ ഈ അന്തിക്രിസ്തുവിനെ ഉയർത്തുകയാണ്. അപ്പോൾ വാളാൽ മുറിവേറ്റിട്ടും മരിച്ചുപോയെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജീവിച്ചു. വലിയ അത്ഭുതം. സക്രിയാവ് 11:17 ഇവൻ ഈ മുറിവേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അവൻ അല്പം ഡിഫക്റ്റ് പിന്നീട് ഉണ്ടാവും. 11 സക്രിയ ചാപ്റ്റർ 11:17, 11:17. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം, അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ട്, വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോട്ടെ. അതായത് ഇവന് മുറിവേറ്റ് കഴിയുമ്പോൾ അവന്റെ വലം കണ്ണും അവന്റെ വലത്തെ ഭുജവും പ്രശ്നമായി മാറും. അന്തിക്രിസ്തുവിന്റെ ഒരു കണ്ണിനും ഒരു ഭുജത്തിനും, വലത്തെ കണ്ണിനും ഒരു ഭുജത്തിനും മുറിവേറ്റതിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാവും. പക്ഷെങ്കിൽ അവൻ മരിച്ചുപോയെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവൻ ജീവിച്ചു വന്നതുകൊണ്ട് അവൻ ഡിവൈൻ ആണെന്നുള്ളത് കള്ളപ്രവാചകൻ പ്രസ്താവിച്ചു കഴിയുമ്പോൾ അവനെ നമസ്കരിപ്പാനായിട്ട് ആവശ്യപ്പെടും. ഈ കാപഢ്യം വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കി തീർക്കും. കാരണം എന്നാ, ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മനുഷ്യന് മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ, ഇന്നിപ്പം കാഹളം തുണിച്ചാൽ ദൈവജനം അങ്ങ് മാറ്റപ്പെടും. ദൈവജനം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, തെസ്സലോനിക്ക ലേഖനം നോക്കിയേ. തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി ദൈവം എടുത്തു പറയുന്നു. 2 തെസ്സലോനിയൻസ് 2 2-ാം അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യം,
ഇത് വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് ഈ അന്തിക്രിസ്തുവാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തോണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇവിടെ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. സാത്താന്റെ പ്രവർത്തനത്തിന്റെ മാർഗമായി അവൻ വരികയും സകല വഞ്ചനയും, അവൻ മരിച്ചുപോയി എന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ, ഇത് കള്ളപ്രവാചകൻ പ്രസ്താവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? 10-ാം വാക്യം തുടങ്ങി, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയിൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്ന ഏതൊരു മനുഷ്യനും പിന്നീട് രക്ഷിക്കപ്പെടത്തില്ല. എന്ത് സംഭവിക്കും? തിരുവചനത്തിൽ വായിക്കുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരണം. ന്യായവിധി വരുവാൻ ഭോഷ്ക് വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കും. ദൈവം എന്ത് ചെയ്യും? ഭോഷ്കിന്റെ വ്യാപാര ശക്തി അയക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന പോലെ ഭോഷ്കിന്റെ ആത്മാവ് അന്തിക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇടയായിത്തീരും. അന്തിക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യത്തിൽ അവിടെ വായിക്കുന്നു. വെളിപ്പാട് 14-9 തൊട്ട്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകത്തിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന് പോകുക എന്നേക്കും പോകും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാകില്ലേ. പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ ഈ വസ്തുതകൾ വിലയിരുത്തുവാൻ കഴിയുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും അല്ല അനേകർക്ക് വരുവാനുള്ള കാപട്യത്തിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ ദൈവം ഭോഷ്ക് വിശ്വസിപ്പാൻ ഇടയാക്കി തീർക്കും. നോക്കുക, ഈ 3 നമ്മൾ ഓർത്തു. സേറ്റനിക് ട്രിനിറ്റിയെ ഒന്നിച്ച് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നു. റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സ് 13, 16-13. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. അവിടെ മഹാസർപ്പം സാത്താൻ, മൃഗം അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ ഫോൾസ് പ്രൊഫറ്റ്. നോക്കുക, ഇവിടെ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എതിർത്ത് നിൽക്കുന്ന 3 സേറ്റനിക് ട്രിനിറ്റി. മഹാസർപ്പം, ഡ്രാഗൻ, പിതാവായ ദൈവത്തിനെതിരായി. പിന്നീട് മൃഗം അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്, ഹൂ ഈസ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വിരോധമായി നിൽക്കുന്നു. 3 പരിശുദ്ധാത്മാവിന് പകരമായി കള്ളപ്രവാചകൻ. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിനെ ഉയർത്തുന്നു. ഇവരെ എന്ത് ചെയ്യും? 20-10 വാക്യം. ഇവരെ എന്ത് ചെയ്യും കർത്താവ്? അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവരെ 3 പേരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. വാസ്തവത്തിൽ നരകം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. മനുഷ്യനോട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? ദൈവം നരകം ഒരുക്കിയത് സാത്താന് വേണ്ടിയാണ്. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ് വചനത്തിൽ കർത്താവ് നമ്മെ ഓർപ്പിച്ചത്. എന്നാൽ സാത്താനെ സേവിക്കുകയും അവന്റെ ഇഷ്ടം ചെയ്യുകയും കർത്താവിന്റെ വാക്കുകൾ കേൾക്കാതെ അവന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവരെ കർത്താവ് പറയും, അവൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തോട്ട് നീയും പൊയ്ക്കൊള്ളുവാൻ പറയും. അവിടെ എന്നും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. നമുക്കിനിയും ഈ കൊമ്പിനെ കുറിച്ച്, അന്തിക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരു വെളിപ്പാട് 25-ന്റെ അവസാനത്തിൽ കാണുന്നു. വളരെ പ്രാധാന്യതയുള്ളതാണ് ആ വാക്യം. 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവൻ എന്ത് ചെയ്യുമെന്ന് നോക്കിയാട്ടെ, അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും മാത്രമല്ല സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് അത് എഴുതിയിരിക്കുന്നു. നോക്കി, സമയങ്ങളും നിയമങ്ങളും മാറ്റുവാൻ ശ്രമിക്കും. ടൈംസ് ആൻഡ് ലോസ്. He is thinking to change the time and laws. നോക്കുക, ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവൻ മാറ്റുവാൻ ശ്രമിക്കും. സിമ്പിൾ. ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് രാജ്യവും ഭരിക്കുന്ന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ലോയുടെ പുറകിലുള്ള ലോ എന്ന് പറഞ്ഞാൽ 10 കമാൻഡ്മെന്റ്സ് ആണ്. ഏത് ലോ ലോകത്തിൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുലയരുത്. ഇങ്ങനെ ഓരോ കൽപ്പനയും ദൈവം കൊടുത്ത 10 കൽപ്പനയെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് തകർക്കുവാനായിട്ട് ശ്രമിക്കും.
ഇത് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: ഈ അന്തിക്രിസ്തു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. കാരണം ഒരു രാജാവാണെങ്കിൽ അവൻ ട്രഡീഷൻസ് ചേഞ്ച് ചെയ്യത്തില്ലേ? ഒരു രാജാവ് ഭരണത്തിൽ വന്നാൽ അവൻ എപ്പോഴും ട്രഡീഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ, ട്രഡീഷൻസ് ചേഞ്ച് ചെയ്യത്തില്ലേ. പക്ഷെങ്കിൽ ഇവന് ഒരു ഡിക്റ്റേറ്ററാണ്. ഡിക്റ്റേറ്റർ ആയതുകൊണ്ടാണ് ഹി മേക്സ് ചേഞ്ചസ്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ചേഞ്ചസ് ആണ് ഡിക്റ്റേറ്റേഴ്സിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ലോകം ഒരു ചേഞ്ചിനെ ആഗ്രഹിക്കുമ്പോൾ ചേഞ്ചസ്, ആ മനുഷ്യ ഹൃദയങ്ങളിൽ ഇതൊക്കെ മാറ്റാനുള്ള ആഗ്രഹം കൊണ്ടുവരുമ്പോൾ ഡിക്റ്റേറ്റേഴ്സ് പവറിലേക്ക് വരും, സ്വച്ഛാധിപതി അധികാരത്തിൽ വരും. രാജാക്കന്മാർ ഭരണമേറ്റാൽ അവരവരുടെ ട്രഡീഷൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. തിരിച്ച് ഒരു ഡിക്റ്റേറ്റർ വരുമ്പോൾ, മനുഷ്യൻ ചില വ്യത്യാസങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഡിക്റ്റേറ്റേഴ്സ് അധികാരത്തിൽ വരുന്നു. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു സമയങ്ങളും കാലങ്ങളും. എന്നാൽ തിരുവചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 2:3 രസകരമായി സങ്കീർത്തനക്കാരൻ അവിടെ അത് പറയുന്നുണ്ട്. ഇതും കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സാംസ് 2, അത് മശിയ സങ്കീർത്തനമാണ്, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ നമ്മൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ, അതിൻ്റെ വേണമെങ്കിൽ ആദ്യം തൊട്ട് വായിക്കാം. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. 3-ാം വാക്യം, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. വാക്യം നോക്കി, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ ആരുടെ കെട്ടുകള്, ആരുടെ കയറുകള്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി. 2-ാം വാക്യത്തിൽ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി എന്ന് പറഞ്ഞാൽ യഹോവയും അവന്റെ അഭിഷിക്തനും സ്ഥാപിച്ചിരിക്കുന്ന കെട്ടുകളും കയറുകളും പൊട്ടിച്ചു കളയുവാൻ ലോകത്തിന്റെ അധിപതികൾ ഒന്നിച്ച് ആലോചിക്കുന്നു. That means he is changing the laws which God has already brought. ഇതിന്റെ വളരെ ലളിതമായ അർത്ഥം, ഉദാഹരണമായിട്ട് നിയമങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. വേലികളും കെട്ടുകളും അതിരുകളും ഒക്കെ വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫാമിലി ലൈഫിന് ചില കെട്ടുകളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്, അതിന് ചില കയറുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കയറുകൾക്ക് അപ്പുറത്തോട്ട് ഭാര്യയും ഭർത്താവും ഒന്നും പോകാൻ പാടില്ല. ദൈവം അവരുടെ ക്ഷേമത്തിന് വേണ്ടി വെച്ചിരിക്കുക. എന്നാൽ നാം അത് പൊട്ടിച്ചു കളയുക. അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ ദൈവത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചാലോ എന്ത് സംഭവിക്കും? അവർക്കത് ദോഷമായിട്ട് ഭവിക്കുകയുള്ളൂ. അങ്ങനെ ലോസ് അവൻ ചേഞ്ച് ചെയ്യും. അത് ദൈവത്തിന് ന്യായപ്രമാണമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ ജെറമ്യാവ് 2:20 കാണിച്ചു തരാം. ജെറമ്യ ചാപ്റ്റർ 2:20. പണ്ട് തന്നെ നീ നുകം തകർത്തു, നിന്റെ കയറുകൾ പൊട്ടിച്ചു, ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. പണ്ട് തന്നെ നീ നുകം തകർത്തു, നിന്റെ കയറുകളെ പൊട്ടിച്ചു, ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണമൊന്നും ഞാൻ അനുസരിക്കില്ല. ആ കയറുകളെയും നുകത്തെയൊക്കെ എടുത്തു കളഞ്ഞു. കയറുകളെ പൊട്ടിക്കുന്നു, നുകത്തെ എറിഞ്ഞു കളയുന്നു. ജെറമ്യാവ് 2:20 നമ്മൾ വായിച്ചത് എന്ന് പറഞ്ഞിട്ട് ചെയ്ത പാവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം മാത്രം നിൽക്കാം. പണ്ട് നീ നുകത്തെ തകർത്ത് നിന്റെ കയറുകളെ പൊട്ടിച്ചു, ഞാൻ അടിമവേല ചെയ്യുകയില്ല. ദൈവം വെച്ച പ്രമാണങ്ങളെ ഞാൻ അനുസരിക്കുകയില്ലെന്ന് അനുസരണം കേട്ട ഇസ്രായേൽ പറയുകയാണ്. കാലത്തിന്റെ അന്ത്യത്തിൽ കർത്താവിന്റെ 2-ാം വരവിനുള്ള ബന്ധത്തിൽ പറയുന്ന ഈ 2-ാം സങ്കീർത്തനം, അവിടെ നമ്മൾ വായിക്കുന്നു, കയറുകളെ പൊട്ടിക്കുക, അവരുടെ കയറുകളെ പൊട്ടിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ദൈവം വെച്ച പ്രമാണങ്ങളും ന്യായപ്രമാണങ്ങളും എടുത്തു കളയുവാൻ മനുഷ്യൻ ശ്രമിക്കും. അതിൻ്റെ ആരംഭ നടപടികളാണ് വിദേശ രാജ്യങ്ങളിൽ കണ്ടതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ കൊയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രമാണങ്ങൾക്ക് പ്രാധാന്യതയില്ലാതെ കാറ്റിൽ പരത്തുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ പ്രമാണത്തെ അവർ എടുത്തു കളയുകയാണ്. അന്തിക്രിസ്തു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, മനുഷ്യന് അപ്പീലിംഗ് ആയിട്ടുള്ള പല പ്രമാണങ്ങളും കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അതൊന്നും ആവശ്യമില്ല, എടുത്തു കളയും. ഇവിടെ നമ്മൾ വായിച്ചു, ആൻഡ് ഹി തിങ്സ് ടു ചേഞ്ച് ടൈംസ് ആൻഡ് ലോസ്. അവൻ സമയവും, നമ്മളവിടെ വായിക്കുന്നത് 7:25 വായിക്കുന്നത്, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും. ദൈവം അതിനെ അനുവദിക്കും. അതിൻ്റെ 27-ാം വാക്യം, 26-27 നമ്മൾ നേരത്തെ പഠിച്ചു. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നുകൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു, അന്തവരെ നശിപ്പിച്ചു മുടിക്കും. പിന്നെ രാജ്യത്വം ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന് വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവം മാറി, എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ദാനിയേലിന് ഈ വെളിപ്പാട് ദൈവം കൊടുത്തു. അതായത് ഇതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. അത്യുന്നതന്റെ വിശുദ്ധന്മാർ ഈ ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്ത് മൃഗത്തെ നശിപ്പിച്ച് കളയുന്ന ചിത്രത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ ഈ രാത്രിയിലെ പ്രത്യേക വചനം കേട്ടിട്ടുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്തിക്രിസ്തുവിൽ ഭരണം ഏറ്റെടുക്കുവാൻ കാലങ്ങൾ അടുത്തു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടാൽ അവൻ ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ ഇന്ന് സത്യത്തെ വിശ്വസിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവർ കള്ളപ്രവാചകന്റെയും മറ്റും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വാസ്തവത്തിൽ കബളിപ്പിക്കപ്പെട്ട് അന്തിക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിത്യനാശത്തിലേക്ക് പോവുകയും ചെയ്ത കാര്യം നമ്മൾ ഓർത്തു. അപ്പോൾ ഇന്ന് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഏറ്റവും സുപ്രസാദ സമയമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.